ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നൊരു ട്രഡീഷണൽ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. പലഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മലയാളികളുടെ പലഹാരം എന്ന് പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാടൻ ബ്രാഹ്മിൺസിൻ്റെയും ഒരു തമിഴ് ബ്രാഹ്മിൺ കസ്റ്റം ആ ഒരു ബ്രാഹ്മിൺസിൻ്റെ പലഹാരം എന്ന് പറയാം. പാലക്കാട് തമിഴ്നാട് ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ പൊരുവിളങ്കായ് ഉരുണ്ടൈ. പൊരുവിളങ്കായ് ഉരുണ്ടൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷെ ഒരു വലിയ സംഭവമല്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പക്ഷെ നല്ല ടേസ്റ്റാണ്. ആ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് കൂടുതൽ കാലം ഒരു 1-2 ആഴ്ചയൊക്കെ ഇരുന്നാലും മോശമായി പോവില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, പിന്നെ തേങ്ങക്കൊത്തൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വേഗം തന്നെ മോശമായി പോകും കേട്ടോ. അപ്പോൾ കൂടുതൽ കാലം ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും മധുരം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചങ്ങ് തീർന്നു പോകും. അതാണ് ഞാൻ പറഞ്ഞത് അതിലും കൂടുതൽ കാലം ഇരിക്കുമെന്ന് അറിയില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പൊരുവിളങ്കായ് ഉരുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കുത്തരി, നമ്മുടെ മട്ടയരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 275 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 275 ഗ്രാം ശർക്കര എടുക്കുക. മീഡിയം മധുരം മതി എന്നുണ്ടെങ്കിൽ 250 ഗ്രാം ശർക്കര എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 8 ഏലക്ക എടുത്തിട്ടുണ്ട്. 1 പീസ് ചുക്ക് എടുത്തിട്ടുണ്ട്. ചുക്കും ഏലക്കയും നിർബന്ധമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണം അധിക ദിവസം സൂക്ഷിച്ച് വെക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഞാനപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല. കൂടുതൽ ദിവസം സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു 3-4 ദിവസത്തേക്ക് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങക്കൊത്തൊക്കെ നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം കേട്ടോ. അത് ട്രഡീഷണൽ റെസിപ്പിയാണ്. ഞാനിപ്പോൾ ട്രഡീഷണൽ റെസിപ്പിയിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ മട്ടയരി ഉണ്ടല്ലോ, മട്ടയരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് വെള്ളം മുഴുവൻ മാറ്റിയെടുക്കുക. നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് സ്ട്രെയിനറിൽ വെച്ചിട്ട് വെള്ളം മാറ്റിയെടുക്കുക. അതിനുശേഷം വേണം നമ്മളിതെല്ലാം വറുത്തെടുക്കാനായിട്ട്. ഏലക്കയും ചുക്കും പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുക. ഈ പൊടിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വേണം നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കാൻ. ഏറ്റവും അവസാനമാണ് ശർക്കരപ്പാനി റെഡിയാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് അരിയും പയറും ഒക്കെ സെപ്പറേറ്റ് വറുത്തെടുക്കണം. ഒരുമിച്ചല്ല നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഏറ്റവും പഴയ പാൻ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യുക. അതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ നമുക്കിത് ആദ്യം വറുത്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പഴയ പാനിലാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ലത്. ഞാനിപ്പോൾ അരി ഇട്ട് കൊടുക്കാൻ പോവാണ്. അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഡ്രൈ റോസ്റ്റാണ്. അപ്പോൾ നമ്മൾ അരി വറുത്ത് പൊടിച്ച് ഉണ്ട ഉണ്ടാക്കില്ലേ, ആ ഒരു പാകത്തിൽ അരി വറുത്തെടുക്കുക. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഞാനിപ്പോൾ അരി വറുത്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ കളറ് മാറി പൊട്ടി തുടങ്ങി. ഈ ഒരു സ്റ്റേജാകുമ്പോൾ നമ്മൾ ഒട്ടും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് പൊട്ടി കളറൊക്കെ മാറി വരുന്നതനുസരിച്ച് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്ത് ഇത് അടുത്ത് തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാനിൽ വെച്ചുകൊണ്ടിരിക്കരുത്. വേഗം തന്നെ പൊട്ടി തീരുമ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. കുറച്ച് കുഴിയുള്ള പാനാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അരി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നതെങ്കിൽ പൊട്ടി തെറിച്ച് പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ വൈഡായിട്ടുള്ള പാനിനേക്കാൾ കുറച്ച് കുഴിവുള്ള പാനിലായിരിക്കും അരി വറുത്തെടുക്കാൻ നല്ലത്. അപ്പോൾ ഞാനിത് മുഴുവനും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇനി കാണിച്ചു തരാം. നമ്മുടെ അരിയൊക്കെ പൊട്ടി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് പയറും വറുത്തെടുക്കാം. ഞാനിത് മാറ്റട്ടെ. അപ്പോൾ നമ്മൾ അരി ഇടുമ്പോൾ സ്പ്രെഡ് ചെയ്തിടാം കേട്ടോ. പാത്രത്തിലിടുമ്പോൾ പയർ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. പയറും ഇതുപോലെ തന്നെ നമ്മൾ കളർ മാറുന്നത് വരെ വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ പയറിൻ്റെയും കളറ് മാറിയിട്ടുണ്ട്. നമുക്കിതും നമ്മുടെ അരി വറുത്ത് വെച്ചിരിക്കുന്ന അതേ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. ഞാൻ ഇനി ഈ പാൻ തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ പോവാണ്. ഇതേ പാനിൽ തന്നെ ഞാൻ ഇനി ശർക്കരപ്പാനി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. ശർക്കര ഒന്ന് മെൽറ്റായി വന്നിട്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ശർക്കര 1 സ്ട്രിങ്ങോ 2 സ്ട്രിങ്ങോ അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി തിക്കായ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിരുന്ന് ഒന്ന് മെൽറ്റായി വരട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ പയറും അരിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പയറും അതുപോലെ അരിയും വറുത്ത് വെച്ചത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഒരു ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു
2-2.5 ടേബിൾ സ്പൂണൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചുക്കും ഏലക്കയും പൊടിച്ചതുണ്ടല്ലോ അതൊന്ന് അരിച്ച് ചേർക്കണം. ഇല്ലെങ്കിൽ ആ ഏലക്കയുടെ തൊലിയൊക്കെ വീഴും, അതുകൊണ്ടാണ് നമ്മൾ അരിച്ച് ചേർക്കുന്നത്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ശർക്കരപ്പാനിയുടെ ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുക്കട്ടെ. ചുക്കും ഏലക്കയും പൊടിച്ചത് ഈ പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശർക്കരപ്പാനി മെൽറ്റായിട്ടില്ല, നമ്മളത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ആദ്യം വയ്ക്കുക. ഇനി നമുക്ക് ശർക്കരപ്പാനിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. നിങ്ങളൊരു ബൗളിൽ വെള്ളവും കൂടി എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ആദ്യം അരിച്ചെടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അരിച്ചെടുത്ത ശർക്കരപ്പാനി ഞാൻ ഈ പാൻ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കണം. നമ്മുടെ 2 സ്ട്രിങ് കൺസിസ്റ്റൻസിയേക്കാൾ കുറച്ചുകൂടി കട്ടിയാവുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം ശർക്കരപ്പാനി. അതിനായിട്ട് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഈ ശർക്കരപ്പാനി നന്നായിട്ട് പതഞ്ഞു വരും. പതഞ്ഞു വന്നതിന് ശേഷം നമ്മൾ 2-3 ഡ്രോപ്പ് ശർക്കരപ്പാനി എടുത്ത് ആ വെള്ളത്തിലൊന്ന് ഒഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യണം ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്നുള്ളത്. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ റെഡി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഞാനിനി കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഒരു ബൗളിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കരപ്പാനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഉരുട്ടിയെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇത് പൊടിയിലേക്ക് മിക്സ് ചെയ്യാം. പൊടി ഞാൻ എടുത്ത് ഈ ഒരു ശർക്കരപ്പാനിയിലേക്ക് ഇടാൻ പോവാണ്. കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടി മുഴുവനെ ഇട്ട് മിക്സ് ചെയ്യരുത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് മിക്സ് ചെയ്യുന്നത്. ആ ചൂടോടുകൂടി മിക്സ് ചെയ്യുക, അപ്പോഴാണ് നന്നായിട്ട് മിക്സ് ആയി കിട്ടുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിച്ച് വെക്കുക. നമ്മൾ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. കുറച്ച് നാൾ കൂടുതൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഹാർഡായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന മുഴുവൻ പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റവ് കത്തിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യരുത്, ശർക്കരപ്പാനി ഹാർഡായി പോകും. ഇനി നമുക്കിത് ചൂടോടുകൂടി ഉരുട്ടിയെടുക്കണം. ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ഉരുട്ടി തുടങ്ങാം. ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടോ പാനിൽ നിന്ന്. ഭയങ്കര ചൂടായിരുന്നു, കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം. കൈ ഒന്ന് പൊള്ളൽ സഹിച്ചിട്ട് തന്നെ ഉരുട്ടുക കേട്ടോ. കൈയൊക്കെ ചുവന്ന് വരും. അപ്പോൾ ഞാനിത് പതുക്കെ ഇതുപോലെ ഉരുട്ടിയെടുക്കട്ടെ. കറക്റ്റ് ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയിട്ട് ഉരുട്ടുമ്പോഴാണ് കറക്റ്റ് ആവുക. ഇപ്പോൾ ഇതാ ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ചൂട് സഹിക്കാവുന്ന ചൂടിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പൊടിയിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. കണ്ടോ, ശർക്കരപ്പാനി വല്ലാതെ മുറുകി പോയിട്ടുണ്ടെങ്കിൽ വല്ലാതെ ബലം കൂടും കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്കിന്. അപ്പോൾ ഇതാ ആദ്യത്തെ ബോൾ റെഡിയായി. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കട്ടെ. നമ്മൾ ഈ ഒരു പൊടിയിൽ തന്നെ വെക്കാം കേട്ടോ ഉരുട്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് എല്ലാം ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്യാം. നമ്മളൊരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ചൂടിന് കുറച്ച് ആശ്വാസം കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പൊരുവിളങ്കായ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഹാർഡായി വരും. അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ കൂടുതൽ ഹാർഡായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ശർക്കരപ്പാവിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നൈസായിട്ട് പൊടിച്ചെടുക്കണം. കൂടുതൽ തരി ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.